നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണക്കുകൾ പതുക്കെ വീട്ടിൽ തന്നെ പോകാം. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ്. ഒരു ഫയൽ എത്രയും പെട്ടെന്ന് തൻ്റെ മുമ്പിൽ എത്തണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിലാണ് റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഭവത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാനാണ് DGPക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിനെ 2023 ഏപ്രിൽ 6 കസ്റ്റഡിയിൽ മർദ്ദിച്ച കേസിലാണ് നടപടി. അതിൻ്റെ ദൃശ്യങ്ങൾ ഒരുവിധം മലയാളികളെല്ലാം തന്നെ കണ്ടതായിരിക്കും. സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം അതിക്രൂരമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കുനിച്ചീർത്തിയൊക്കെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു സ്റ്റേഷനുള്ളിൽ നടന്നത് പുറത്തു വന്നത്. സുജിത്തും കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനം നൽകി. പ്രതികളായ 5 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് ആവശ്യം. 5 പേരെ സസ്പെൻഡ് ചെയ്തെങ്കിലും അന്വേഷണം പൂർത്തിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിവേദനം. തുടർന്നാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടിയത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടുക്കുന്ന മർദ്ദനം പുറംലോകമറിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ 2023 ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2025 പുറത്തു വന്നത്. അതായത് 2 വർഷത്തോളം പോലീസ് പൂഴ്ത്തിവെച്ച സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം നൽകേണ്ടി വന്നപ്പോൾ പുറത്തു വന്നത് സ്റ്റേഷനിൽ അരങ്ങേറിയ ക്രൂരതയുടെ നേർചിത്രമാണ്. 2 വർഷത്തിന് ശേഷം പോലീസിന് ആ ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. മർദ്ദനത്തിന് സുജിത്തിന് കേൾവി ശക്തിയും നഷ്ടമായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI സുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചത്. ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ ആ വഴി വന്ന പോലീസ് സംഘം മർദ്ദിക്കുന്നത് സുജിത്ത് ചോദ്യം ചെയ്തതോടെയാണ് സുജിത്തിനെയും സ്റ്റേഷനിലെത്തി മർദ്ദിച്ചത്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ കോടതി ജാമ്യം അനുവദിച്ചു. പിന്നീട് നടത്തിയ വിശദ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന് കേൾവിക്ക് തകരാറുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ആ നടപടിക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അതിൻ്റെ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പോലീസുകാരുടെ ഈ ഒരു ക്രൂരമർദ്ദനത്തിൽ ഒരു യുവാവിനെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മാറാത്ത ഒരു മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപടിക്ക് പിന്നാലെ തന്നെ പല കമൻറ്റുകളും രംഗത്ത് വരുന്നുണ്ട്. രമേശ് സാർ, ഈ പോലീസുകാർ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. പുറത്ത് കുറേ ജോലിയില്ലാത്തവരുണ്ട്. നിസ്സാര കാര്യത്തിന് തല്ലിച്ചതയ്ക്കുന്ന ഈ ക്രിമിനൽ പോലീസുകാർക്ക് ഇതൊരു പാഠമാകണം. ഇതാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ചെയ്യുന്ന ജോലി ഇല്ലാതാകുമ്പോൾ അറിയാം അതിൻ്റെ വേദന. കുടുംബം വരെ വെറുക്കും. കേരളം മുഴുവൻ കണ്ട പകൽ വെളിച്ചം പോലെ തെളിവുള്ള ഈ മർദ്ദനമുറ നടത്തിയ, പിന്നീടൊരു ചീത്ത വാക്കാണ്, അത് നമുക്ക് പറയാൻ സാധിക്കില്ല, ഈ പോലീസുകാരെ പിരിച്ചുവിട്ടാൽ ഭാവിയിൽ ഒരു ലോക്കപ്പ് മർദ്ദനവും ഒരു സ്റ്റേഷനിലും ഉണ്ടാവാൻ പാടില്ല. ഈ രംഗം വീണ്ടും വീണ്ടും കാണുമ്പോൾ കൈതരിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ഇതാണ് ഒരു കമൻറ്റ്. പിരിച്ചുവിടാൻ ഒരു താമസവും കാണിക്കരുത്. അതുപോലെ തന്നെ ഒരു തെറിവിളിയാണ്. വല്ല കക്കൂസ് കഴുകാനും പോട്ടെ, എല്ലാ പോലീസുകാർക്കും ഇതൊരു പാഠമാകണം. ഇല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആഗ്രഹിച്ചതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഒരു ഗുഡ് മോർണിംഗും നമസ്കാരവും ഇരിക്കാൻ പറയാവുന്ന മര്യാദയും കിട്ടില്ല. ഭയം വേണം. പൊതുജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ കാക്കി ഊരുന്ന അവസ്ഥ വരുമെന്ന് ഓർമ്മിപ്പിക്കണം. ഇതാണ് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും പലരും കമൻറ്റ് ചെയ്തതുപോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഭയക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയി ഒരു പരാതി നൽകാനുള്ള അവസ്ഥ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകണം. ഇപ്പോഴത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നല്ല, പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ചില രാഷ്ട്രീയ വൈരാഗ്യം മനസ്സിൽ വെച്ച് ജോലിയെടുക്കുന്ന പോലീസുകാർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഒരു പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഇടിമുറകളും മർദ്ദനങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ പേര് മോശമാക്കിയതിൽ 1ാം സ്ഥാനം ആഭ്യന്തര വകുപ്പിന് തന്നെയായിരുന്നു. ഈ സർക്കാരിന് അങ്ങനെ ഒന്ന് വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കണം. താക്കീത് കൊടുത്ത് വിട്ടാലൊന്നും പോരാ. ഇവരൊക്കെ കാക്കിയിട്ട CPM ഗുണ്ടകളാണ് എന്നാണ്
മറ്റൊരു വ്യക്തി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് സുജിത്തിന് മർദ്ദനമേറ്റ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം രൂക്ഷമായാണ് വിമർശിച്ചത്. തൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം അടിയന്തരാവസ്ഥയാണ് നാട്ടിൽ നടക്കുന്നതെന്നും ആരോപിച്ചിരുന്നു. ദൃശ്യങ്ങൾ കണ്ടുവെന്നും വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഉണ്ടായതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ 2.5 വർഷത്തിന് ശേഷമായിരുന്നു ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച SI ഉൾപ്പെടെയുള്ള 4 പോലീസുകാരെ 2025 സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. 2023 ഇത് നടക്കുന്നത്. 2 വർഷത്തോളം കാലം ഇതിൻ്റെ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടാതെ സൂക്ഷിച്ചു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന് വിവാദമായപ്പോൾ 2025 ഈ പോലീസുകാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പ്രതിഷേധം കടുത്തപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് പുനർവിചിന്തനം നടത്തുന്നത്. നേരത്തെ സ്ഥലമാറ്റത്തിലും ഇൻക്രിമെന്റ് തടയലിലും മാത്രം ഒതുങ്ങിയ കേസ് പുനഃപരിശോധിക്കാനും ഉത്തരമേഖല IG രാജ്പാൽ മീണ അന്ന് ഉത്തരവിട്ടിരുന്നു. വകുപ്പ് തല നടപടി മാത്രം നേരിട്ട ഇവരുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടാണ് കേസെടുത്തത്. സുജിത്തിനെ മർദ്ദിച്ച SI നുഹ്മാൻ, നിലവിൽ വിയൂർ സ്റ്റേഷൻ, സീനിയർ CPO ശശീന്ദ്രൻ, നിലവിൽ തൃശൂർ ടൗൺ ഈസ്റ്റ്, CPOമാരായ സജീവൻ, നിലവിൽ തൃശൂർ ടൗൺ ഈസ്റ്റ്, സന്ദീപ്, നിലവിൽ മണ്ണുത്തി എന്നിവരെയായിരുന്നു IG സസ്പെൻഡ് ചെയ്തത്. ഒരു ഓണക്കാലത്ത് കേരള പോലീസിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാക്കിയതും ഈ ഇടിയന്മാരാണ്. ഏതായാലും അന്ന് ഇവർക്കെതിരെ ചെറിയ ഒരു നടപടി മാത്രമാണ് എടുത്തത്. ഒരു കാരണവുമില്ലാതെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും കാക്കിയിട്ട് വിലസിയിരുന്ന 4 പേർക്കും ഇനി കാക്കിയും തൊപ്പിയും അഴിച്ചു വെച്ച് വീട്ടിൽ പോകാവുന്ന അവസ്ഥയാണ്. ക്രിമിനൽ കേസിൽ പ്രതിയായ ഇവർ ജോലിയിൽ തുടർന്നാൽ സത്യസന്ധമായ വിചാരണ നടക്കില്ലെന്ന തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG രാജ്പാൽ മീണയായിരുന്നു ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ സസ്പെൻഷനിലും മർദ്ദിച്ച 5-ാമൻ സുബൈറിനെതിരെ നടപടിയില്ലാത്തതിലും തുടർന്ന് സുജിത്ത് തൃപ്തനല്ലായിരുന്നു. പിരിച്ചുവിടും വരെ സമരമെന്ന പ്രതിപക്ഷവും അറിയിച്ചിരുന്നു. സസ്പെൻഷൻ കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് തിരിച്ചറിയുന്ന പോലീസ് പിരിച്ചുവിടലിലേക്ക് നടപടി തുടങ്ങി. മർദ്ദനം നടന്ന 2023 സ്വീകരിച്ച 2 വർഷത്തെ ശമ്പള വർധന തടയലെന്ന നടപടി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചെന്നും ഉത്തരവിൽ എഴുതിയതും ഇതിന്റെ ഭാഗമാണ്. ഒരു തവണ നടപടിയെടുത്തതിനാലും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാലും ഇനി നടപടി സാധ്യമല്ലെന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ. എന്നാൽ 2023 നടപടിയുടെ പുനഃപരിശോധന എന്ന പേരിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാമെന്നാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. പിന്നീട് ഒരു വിവരവുമില്ലാതിരുന്ന കേസിന് ഇപ്പോഴാണ് അനക്കം വെച്ചത്. ഏതായാലും റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടി. പിണറായിയുടെ ഗൺമാന്മാരുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ. അദ്ദേഹം രക്ഷാപ്രവർത്തനം എന്ന് തള്ളിക്കളഞ്ഞ അതിക്രൂരമായിട്ട് യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തല തല്ലി പൊടിച്ച സംഭവത്തിൽ ഇപ്പോൾ കോടതിയിൽ ജാമ്യത്തിനായിട്ട് കയറി ഇറങ്ങുകയാണ് ഈ ഗൺമാന്മാർ. ഏതായാലും അതേ അവസ്ഥ തന്നെ ഇവിടെ വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.